അപ്പോൾ അതിനുശേഷം ഇങ്ങനെയൊക്കെ കരിയർ വരുന്നതിന് ശേഷമാണ് TV ചന്ദ്രൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത്. അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ. അപ്പോൾ അതിൽ ജയസൂര്യ കാസ്റ്റ് ചെയ്യുന്നു. ജയസൂര്യ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഗെറ്റപ്പിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളത് മാത്രമല്ല ഒരുപാട് എന്താ പറയുക ഡെപ്തുള്ള 2 കഥാപാത്രങ്ങൾ ആയിട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കഥ എന്ന് ചുരുക്കി പറയാം. എനിക്ക് ചന്ദ്രേട്ടൻ വിളിച്ചത് എനിക്ക് അത് തന്നെയാണ്. ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞത് എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു അവാർഡ് അത് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ, പേഴ്സണലി ഞാൻ ഓഡിയൻസ് എന്നുള്ള നിലയ്ക്ക് ആളുകൾക്ക് അത് ഒരു സ്വീകാര്യമായ ചിത്രമായിരുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഉത്തരം ചിലപ്പോൾ അല്ലാന്ന് തന്നെ ഞാൻ പറയേണ്ടത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പേർക്ക് അത് ഹോണ്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക്. പക്ഷേ ഇത് ചന്ദ്രേട്ടൻ്റെ സിനിമ ഒരു TV ചന്ദ്രൻ സിനിമയാണ്. അതിനെ നമ്മളൊരു കൊമേഴ്ഷ്യൽ ഒരു രീതിയിൽ അതിനെ ലോഞ്ച് ചെയ്തപ്പോൾ ആളുകൾ ഒരു കോമഡി ചിത്രം എന്നുള്ള ലെവലിലും ജയസൂര്യ അഭിനയിക്കുന്ന കോമഡി ചിത്രം, അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയായിട്ട് വന്നിരുന്ന് കാണുമ്പോൾ ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് കൊടുക്കേണ്ട സിനിമ, കാരണം അവർ ആഗ്രഹിച്ചു വന്ന സിനിമ അതല്ല. പക്ഷെ നമ്മൾ ജനങ്ങളെ ആഗ്രഹം ജനിപ്പിച്ചത് അങ്ങനത്തെ ഒരു സിനിമയാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തും വീഴ്ചകളുണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം നേരെ മറിച്ച് ഒരു പക്ക TV ചന്ദ്രൻ സിനിമയാണ് എന്ന് പറഞ്ഞാൽ അവർ ആ മാനസികാവസ്ഥയോടുകൂടി തന്നെ വന്നിരുന്ന് കാണും അല്ലേ. അപ്പോൾ അവർ അത് ഓക്കെയാണ്, അവർ തൃപ്തരായി. പക്ഷെ ഇത് അങ്ങനെ വന്നിരുന്ന് കാണുമ്പോഴത്തേക്കും തൃപ്തിയല്ലാത്ത ഒരുപാട് പേരുണ്ട്, തൃപ്തിയായിട്ടുള്ള കുറച്ച് പേരുണ്ട്. ജയസൂര്യയുടെ ഓഡിയൻസ് വന്നിരുന്ന് കണ്ടപ്പോഴാണ് ജയസൂര്യ ഇങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരിക്കലും അത് ജയസൂര്യ ചിത്രം എന്ന് പറഞ്ഞ് ഇനി കുറച്ച് പേര് വരട്ടെ അങ്ങനെ ഇല്ല. താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കോട്ടെ, എനിക്കറിയില്ല. പക്ഷെ ജയസൂര്യ ചിത്രം എന്ന് പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് എന്നിലുള്ള ഒരു വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. ജയസൂര്യ ചിത്രം വന്ന് കാണുമ്പോഴത്തേക്കും അതിനകത്ത് ഇതുവരെ കാണാത്ത, വേറെ സിനിമകളിൽ കാണാത്ത കാഴ്ചകൾ അവർ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ജയസൂര്യ ചിത്രമാണ് ഒരു മുദ്ര ചെയ്യപ്പെടുന്ന ഒരു ആക്ടറാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ഒരു സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ആൾക്കാർ വളരെ അപൂർവമായിട്ട് മാത്രം പറയുന്ന ഒരു കാര്യമാണത് ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്. സ്റ്റാർ ആവാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ആക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരിക്കലും ഇതുപോലൊരു അഭിമുഖത്തിൽ മധുസാറൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം ഇത് ഞാൻ ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ്. 70കളുടെ തുടക്കത്തിലൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, എൻ്റെ ഈ ശരീരം വെച്ചിട്ട് ഞാൻ സിനിമയിൽ നിന്ന് ഔട്ടായി പോകുന്നതാണ്. ആ സമയത്താണ് അദ്ദേഹം പ്രിയ എന്ന് പറഞ്ഞ സിനിമ സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുകയും അതിൽ വില്ലനായിട്ട്, അതും നരാധവനായിട്ടുള്ള മനുഷ്യരായിട്ട് അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ അത് ഞാൻ നായകനാവാൻ അല്ല, സ്റ്റാറാവാൻ വേണ്ടി വന്നതല്ല, നടനാവാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു വലിയൊരു ആർജവത്തെ കാണിക്കുന്നത്. അതിനിടയ്ക്ക് തമിഴിൽ ഇപ്പോൾ കമൽഹാസൻ്റെ കൂടെ അഭിനയിക്കുന്നൊരു അനുഭവം ഉണ്ടായിരുന്നില്ല, അതിലേക്ക് എങ്ങനെയാണ് വന്നത്? ഇല്ല, അത് ഞാൻ സ്വപ്നക്കൂടൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവിടെ നിന്നൊരു വിളി വന്നത്. ആ വിളി വന്ന മൊമെൻറ്റിലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല കമൽ സാറിൻ്റെ ഒരു ചിത്രത്തിലേക്കാണ് എന്നെ വിളിക്കുന്നതെന്ന്. ഞാനും വൈഫും കൂടി അവിടെ ചെന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത് ഇത് കമൽ ഒരു ചിത്രം തന്നെയാണ്. കാരണം അതിന് മുമ്പ് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നു, എല്ലാം പറയുന്നു, ഇന്ന് വിളി വന്നിട്ട് മറ്റന്നാൾ പോകാൻ പറയുകയാണേ. അതിന് വിശ്വാസം വന്നില്ല. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു ഉഗ്രൻ കഥാപാത്രം കിട്ടുന്നു, കമൽ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയുന്നു. അതൊക്കെ തന്നെ അത് വലിയൊരു സന്തോഷമല്ലേ. അതിനുശേഷം ഫോർ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയിൽ വീണ്ടും അതേ ഡേറ്റിൽ ഞാൻ അഭിനയിക്കുന്നു 4-5 വർഷത്തിന് ശേഷം. അതൊക്കെ കമൽ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയ ഈ തലമുറയിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അങ്ങനെ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിന് അപ്പുറം അതിൻ്റെ കുറേ ന്യൂവൻസസ് ഉണ്ടാവുള്ളൂ, ചില സൂക്ഷ്മാംശങ്ങളുണ്ടല്ലോ. അപ്പോൾ കമൽഹാസനെ പോലെയുള്ള നമ്മളൊക്കെ ഒരു ഐക്കണായിട്ട് കാണുന്ന, എൻ്റെ ജനറേഷൻ, നിങ്ങളുടെ ജനറേഷൻ, ഏത് ജനറേഷനാണല്ലോ, ഒരു ജനറേഷനാണെങ്കിലും കാണുന്ന ഒരാളോടൊപ്പം അഭിനയിക്കുമ്പോണ്ടായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടല്ലോ. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് കമൽഹാസനാണ് എന്ന് എനിക്ക് എന്ന് തോന്നുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ അല്ല, എൻ്റെ മാത്രം പരാജയമാണ്. ഒരിക്കലും സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് മമ്മൂക്കാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അതൊരിക്കലും വരാൻ പാടില്ല. അത് വന്നാൽ പോയി. ആഫ്റ്റർ ദ ഷോട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിൻ്റെ വിനയവും കാര്യങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വളരെയധികം സിനിമയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം മലയാളത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ആക്ടറാണ്. അത് ഒരു സംഭവം തന്നെയാണ്. എനിക്ക് ഇന്നും അവിശ്വസനീയമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഇന്നും തോന്നിയിട്ടുള്ളത്. ഇന്നും 2 സിനിമകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും വളരെയധികം അതിശയമാണ് തോന്നുന്നത്. കാരണം ഞാനന്ന് വന്നിട്ടുള്ളൂ, ഞാൻ ഒരു നോട്ടബിൾ ആയിട്ടുള്ള ആക്ടറൊന്നും ആയിരുന്നില്ല. തമിഴിൽ പോലും ഞാൻ ഇന്നും നോട്ടബിൾ ആയിട്ടുള്ള ആക്ടറൊന്നും അല്ല. പക്ഷേ എന്തുകൊണ്ട് എന്നെ വിളിച്ചു എന്ന് ചോദിച്ചാൽ ആ ഉത്തരം എനിക്കറിയില്ല. കമൽഹാസൻ എന്ന് പറയുന്ന വ്യക്തിയെ എന്താ പറയുക, ഇപ്പോൾ ലീമറിഡിയൻ ഹോട്ടലിൽ അന്ന് പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്കും സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്നിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ ദൂരെ എനിക്ക് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. നസീർക്കയുടെ ഷോ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇവർ പ്രോഗ്രാമൊന്നും കാണാനിരുന്നില്ല, അവരപ്പം തന്നെ പോയി. എന്തോ ഒരു വലിയൊരു ഫംഗ്ഷനായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രോഗ്രാം, ആ ഫംഗ്ഷൻ കഴിഞ്ഞ് വേറെ ആരും പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് ഞാൻ വളരെ ദൂരെ നിന്നാണ് അദ്ദേഹത്തെ കണ്ടത്. അന്ന് എനിക്ക് ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് കാണാനും പറ്റിയില്ല. എന്തോ ഒരു താടി വെച്ച രൂപം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ
പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയുന്നു. ഞാൻ ഇതുപോലത്തെ മലയാളം ഇൻഡസ്ട്രിയിലെ കുറേ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അദ്ദേഹത്തിനൊരു ആക്ടറായിട്ടൊരു കമലഹാസൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വലിപ്പത്തോടു കൂടിയല്ല അദ്ദേഹം നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ഈവൻ ഫോർ ഫ്രണ്ട്സ് സമയത്താണെങ്കിലും എന്തൊക്കെ തമാശകളാണ് പറയണം. ഭയങ്കര ഹ്യൂമർ സെൻസുള്ള മനുഷ്യൻ, ഈ ലോകത്ത് എല്ലാ അറിവുകളുള്ള ഒരു മനുഷ്യൻ അല്ലേ. അപ്പോൾ എനിക്ക് ഭാഗ്യം ചെയ്ത കണ്ണുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവരെ കാണാൻ പറ്റിയില്ലേ, അതുപോലെ എത്രയോ താരങ്ങളെ കാണാൻ കഴിഞ്ഞു. നിങ്ങളുടെ ഈ ഫോർ ഫ്രണ്ട്സിൽ ഒരാൾ വന്നില്ല എന്നും അതുകൊണ്ട് തിരിച്ചു പോകാൻ ആലോചിക്കുകയാണെന്നും റോയ് പറഞ്ഞു.